ഹലോ, കത്തിരിക്ക ബജി ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഈ ഒരു അളവിലാണ് കത്തിരിക്ക മുറിച്ചെടുക്കേണ്ടത്. ഹലോ, ഞാൻ വിഷ്ണുവാണ്. ട്രിവിയൻ മാസ്റ്റേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് കത്തിരിക്ക ബജിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. പിന്നീട് മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഞാൻ പൊതുവെ എരിവ് കുറച്ച് ഉപയോഗിക്കുന്ന ആളാണ്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് സോഡാപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഏകദേശം 3/4 ടീസ്പൂൺ അടുപ്പിച്ചുള്ള ഉപ്പാണ് നമ്മൾ ചേർത്തത്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഓരോ പ്രദേശത്ത് കിട്ടുന്ന കടലമാവിലും അതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ചെറുതായിട്ട് ചെറിയ വ്യത്യാസം കാണും. അതനുസരിച്ച് വെള്ളം ചേർക്കുക. വെള്ളം ഒരുപാട് കൂടി പോകാനും പാടില്ല, തീരെ കുറഞ്ഞു പോകാനും പാടില്ല. അതായത് ഇതിലേക്ക് കത്തിരിക്ക ഒന്ന് മുക്കിയെടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇതുപോലെ മാവ് പറ്റി വരണം. അതിന് കണക്കാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് വെള്ളം കൂടിപ്പോയാൽ നേരെ ചൊവ്വയിലേക്ക് മാവ് പറ്റത്തില്ല. അഥവാ വെള്ളം കുറഞ്ഞു പോയാൽ ഇതിലേക്ക് ഓവറായിട്ട് മാവ് പറ്റിയിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് കണക്കായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി ബജി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടക്കാം. ഇനി എണ്ണ ഒന്ന് തിളച്ചോട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോകാം. വെളിച്ചെണ്ണയിൽ ഈ പതയൊക്കെ വറ്റുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എണ്ണ തിളച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിത് എണ്ണ നന്നായിട്ട് തിളച്ച ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് മാവൊന്ന് മുക്കിയെടുത്ത് ഇതിലേക്ക് ഇട്ട് നോക്കാം. ഇത് ഉടനെ പൊങ്ങി വന്നാൽ എണ്ണ തിളച്ചു എന്നാണ് അർത്ഥം. സ്റ്റൗവിലെ തീ മീഡിയത്തിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കടക്കാം. ഇതുപോലെ മാവൊന്ന് മുക്കിയെടുക്കണം. ഇതൊന്ന് ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചു വിട്ട് എടുക്കണം. ഇപ്പോൾ ഇതിലുള്ള കുമിളകളൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് എന്തായാലും ഇതൊന്ന് എടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ മാവിൽ മുക്കിയെടുക്കുന്ന സമയത്ത് മുക്കിയെടുത്തിട്ട് നമ്മളിത് കുടയാൻ പാടില്ല. മുക്കിയെടുത്തിട്ട് അതേപോലെ തന്നെ എടുത്തങ്ങ് ഇതിലേക്ക് എണ്ണയിലേക്ക് ഇടണം. നല്ല മഴയുള്ള സമയത്ത് ഇതുപോലെ കട്ടൻ്റെ ഒപ്പം കഴിക്കണം. അതാണ് ടേസ്റ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കത്തിരിക്ക ബജിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.